അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റൻ നോക്കുക. വാല്യൂ ഓഫ് എക്സ് സാറ്റിസ്ഫൈങ് ടാൻ എക്സ് സ്ക്വയർ. ഞാൻ ടാൻ ഇൻവേഴ്സ് എക്സിനെയാണ് ടി എന്ന് വിളിക്കുക. സോ ടി സ്ക്വയർ മൈനസ് ടി മൈനസ് 2 ദാറ്റ്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന രീതിയിൽ. ഓക്കെ, സോ ഇതെന്താണ് ഇൻറ്റു ചെയ്ത് -2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -1. ഈ രീതിയിൽ ഞാൻ ഫാക്ടറൈസ് ചെയ്ത് അപ്പം -1 2 പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഇൻഫിനിറ്റി മുതൽ -1. ദാറ്റ് മീൻസ് ടാനാണ് ഞാൻ ടി എടുത്തത്. സോ ടാൻ ഇൻവേഴ്സ് എക്സ് അത് ഇതായിരിക്കണം -1 ചെറുതും, ടാൻ ഇൻവേഴ്സ് എക്സ് അത് 2 വലുതായിരിക്കണം എന്ന് പറയുന്നത്. സോ ടാൻ ഇൻവേഴ്സ് എക്സ് ഒരിക്കലും 2 വലുതാവില്ല, കാരണം ടാൻ ഇൻവേഴ്സിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ -5/2 5/2. സോ ഇത് തെറ്റാണ്. ഇത് ടാൻ ഇൻവേഴ്സ് എക്സ് -നെക്കാളും ചെറുതാണെന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. സോ ഈ രീതിയിൽ തന്നെ എന്താണ് അതിൻ്റെ ഇതിനൊന്നും ചേഞ്ച് ഉണ്ടാവില്ല, ഇൻക്വാളിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവില്ല. ഡയറക്റ്റ് ടാൻ -1 എന്ന രീതിയിൽ തന്നെ എഴുതാൻ പറ്റും. സോ -∞ മുതൽ -tan1 എന്ന രീതിയിലാണ് ഉള്ളത്. ഓക്കെ, ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കാം. ഈ റേസ് സൈൻ എക്സിൻ്റെ ഡൊമൈനാണ് നടത്താൻ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം സൈൻ വേഴ്സിൻ്റെ ഉള്ളിലുള്ള സാധനം എന്തായിരിക്കണം? -1നും 1ൻ്റെ ഇടയിലാണ്. ദാറ്റ് മീൻസ് x/2 1നും -1ൻ്റെ ഇടയിലായിരിക്കണം. ദാറ്റ് എക്സ് എന്തായിരിക്കണം? എക്സ് എവിടെ നിന്നും ഇടമ്പലായിരിക്കണം? -2ൻ്റെയും 2ൻ്റെയും ഇടയിലായിരിക്കണം, ഒന്നാമത്തെ കണ്ടീഷൻ. പിന്നെ ഉള്ളത് ടാൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിലുള്ള ആൾ. ടാൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിലുള്ള ആൾ എന്തും ആവാം അല്ലേ, കാരണം ടാൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സാണ്. ദാറ്റ് മീൻസ് x ബിലോങ്സ് ടു R എന്ന് പറഞ്ഞ രണ്ടാമത്തെ സാധനം. അടുത്ത മൂന്നാമത്തെ എന്താ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾ. ഡെഫിനറ്റ്ലി എന്താണ് റൂട്ടിനുള്ളിലുള്ള ആളും, അത് മാത്രമല്ല എന്നാൽ ലോഗിൻ്റെ ഉള്ളിലുള്ള ആൾ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. സോ നമുക്ക് പറയാൻ പറ്റും എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം ആണല്ലോ. അങ്ങനെയാകുമ്പോൾ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്നുള്ള രീതിയിൽ വരണം. അപ്പോൾ എക്സ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജറെക്കാളും വലുതാവുന്ന എപ്പോഴൊക്കെയാണ്? അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്താവുന്നുണ്ടോ? ഉണ്ട്. എക്സിൻ്റെ വാല്യൂ അഥവാ ഇൻറ്റീജർ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 1ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 1 തന്നെ, പക്ഷേ 1.5ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 1 ആണ്. അപ്പോൾ 1.5 ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നോക്കി ഇൻറ്റീജർ ആണെങ്കിൽ പ്രശ്നമാണ്, ഇൻറ്റീജർ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻ എപ്പോഴും സാറ്റിസ്ഫൈഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എക്സ് ബിലോങ്സ് ടു ഓൺലി നോൺ ഇൻറ്റീജേഴ്സ് എന്ന് പറയാൻ പറ്റും. നോൺ ഇൻറ്റീജേഴ്സ് എന്ന് പറയാം. ഇത് മൂന്ന് നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യണം. ഇത് മൂന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സും -2 മുതൽ 2 വരെയും എക്സ് ഇൻറ്റീജർ മാത്രം. ദാറ്റ് മീൻസ് -2 മുതൽ 2 വരെ ഉള്ള ആകെ ഇൻറ്റീജേഴ്സ് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ ഇൻറ്റീജേഴ്സ് പാടില്ല, നോൺ ഇൻറ്റീജേഴ്സ് മാത്രം. ദാറ്റ് മീൻസ് -2 മുതൽ 2 വരെ. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ ഇൻറ്റീജേഴ്സ് ഉണ്ട്? ഒരു -1 ഉണ്ട്, പിന്നെ എന്താ ഒരു 0 ഉണ്ട്, ഒരു 1 ഉണ്ട്. ഇതിനെല്ലാം ഒഴിവാക്കാം. ഇതാണ് നമ്മുടെ ഡൊമൈൻ. ഓക്കെ, അടുത്ത ഇത് ഇയാളുടെ നോക്കാം. ഇത് f(x) ആദ്യം നമുക്ക് ഇയാളുടെ നോക്കാം. സൈൻ വേഴ്സിൻ്റെ ഉള്ളിൽ ആൾ എന്തായിരിക്കണം? ദാറ്റ് ഈസ് 1 + x²/x. അത് 1ൻ്റെയും -1ൻ്റെ ഇടയിലായിരിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് എക്സ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ 1/x + x, അത് 1ൻ്റെയും -1ൻ്റെ ഇടയിലായിരിക്കണം. ഓൾറൈറ്റ്. അപ്പോൾ നമുക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ഒരു 1/2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ 1/2 കൂടി ഉണ്ടായിരുന്നു. ആ 1/2 ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിൽ റൈറ്റിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് -2ൻ്റെയും 2യുടെ ഇടയിലായിരിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, 1/x + x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് -∞ മുതൽ -2 വരെയും യൂണിയൻ 2 മുതൽ ∞ വരെ അതിൻ്റെ റേഞ്ച്. അത് നമ്മൾ ബേസിക് മാത്തമെറ്റിക്സിൽ പഠിച്ചൊരു ഇൻഫോർമേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് വെച്ചാൽ -2ൻ്റെയും 2യുടെ ഇടയിലാണെന്നാണ് പറയുന്നത്. അത് ഇൻക്ലൂഡ് ഇവിടെ ഇതുണ്ട് കേട്ടോ, ഇക്വാളിറ്റി ഉണ്ട് കേട്ടോ. -2ൻ്റെയും 2യുടെ ഇടയിലാവണം. പക്ഷേ ഇയാളുടെ വാല്യൂ എപ്പോഴും -∞ -2 2യുടെ ഇൻഫിനിറ്റി ഇടയിലാണ്. അപ്പം ഇപ്പോൾ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആവുന്ന ആകെ 2 പോയിന്റ്സേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ 1/x + x ഒന്നെങ്കിൽ 2 ആവാം, ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ 1 ആവാം, അല്ലെങ്കിൽ 1/x + x ഒന്നെങ്കിൽ -2 ആവാം, ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ -1 ആവാം. ഈ രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് √(cos sin x). ദാറ്റ് മീൻസ് അയാൾ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം, കാരണം റൂട്ടിനുള്ളിലാണ്. ദാറ്റ് മീൻസ് cos ഓഫ് sin x എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം, കാരണം ഡിഫൈൻഡ് ആവണമെങ്കിൽ. ഇനി sin x-ൻ്റെ വാല്യൂ -1 മുതൽ 1 വരെയാണ്. ഓക്കെ, അതാണ് കോസിൻ്റെ ഇൻപുട്ടിനുള്ളത്. അപ്പോൾ കോസിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ തിരിയും. കോസിൻ്റെ ഗ്രാഫ് എല്ലാവർക്കും അറിയുന്ന പോലെ ഇങ്ങനെ പോകുന്ന ഗ്രാഫാണ്. ഓക്കെ, ഇത് എത്ര? ഇത് π/2 ആയിരിക്കും. ഇത് 0, ഇത് -π/2, ഇത് π/2, π ആ രീതിയിൽ. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ -1 എന്ന് പറഞ്ഞാൽ π/2-നേക്കാളും ചിലപ്പോൾ ഇവിടെ ആയിരിക്കും -1 ഉണ്ടാവുക, ഇവിടെ ആയിരിക്കും +1 ഉണ്ടാവുക. അപ്പോൾ -1 മുതൽ 1 വരെ കോസിൻ്റെ ഗ്രാഫ് എപ്പോഴും പോസിറ്റീവാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കോസിൻ്റെ വാല്യൂ, കാരണം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ -1 മുതൽ 1 വരെ. സോ -1 മുതൽ 1 വരെ കോസിൻ്റെ ഉള്ളിലുള്ള എല്ലാ വാല്യൂസും പോസിറ്റീവ്, കാരണം നമുക്ക് y-ആക്സിൻ്റെ മുകളിലാണ്. സോ ഇത് ഓൾവേസ് ട്രൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ അതിന് ഡൊമൈനിന് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ് എന്തായാലും കുഴപ്പമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത് ഈ ഹോം ചാലഞ്ച് നോക്കാം. എന്താണ്? പ്രൂവ് ദാറ്റ് ദി ഫംഗ്ഷൻ ഡിഫൈൻഡ് ആസ്. ഓക്കെ,
എന്താണ് എവിടെയൊക്കെ ഡിഫൈൻ ആവുന്നുണ്ടോ അന്നേരം ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ പാർട്ട് എക്സ് ആയിരിക്കും. അപ്പോൾ ഇത് എപ്പോഴും ഓടും ഈവൺ ആണെന്ന ചോദ്യം. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഫസ്റ്റത്തെ എവിടെയൊക്കെയാണ് ഡിഫൈൻഡ് ആവുന്നത് നോക്കാം അല്ലെ, മുകളിലത്തെ ഫംഗ്ഷൻ. അപ്പോൾ എവിടെയൊക്കെയാണ് ഡിഫൈൻഡ് ആവുന്ന മുകളിലത്തെ ഫംഗ്ഷൻ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും എപ്പോഴൊക്കെയാണ് മുകളിലത്തെ ഫംഗ്ഷൻ വർക്ക് ആവുന്നത് നമുക്ക് നോക്കാമല്ലോ. സോ ഒന്നാമത്തെ കാര്യം റൂട്ടിൻ്റെ ഉള്ള ആൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് ln ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് അതിൻ്റെ മോഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കണം. അത് ഒബ്വിയസ്ലി മോഡ് ഉള്ളതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ നമ്മൾ അതിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യം, മോഡ് ഉള്ളതുകൊണ്ട് അതെപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാൽ ഇവിടെ 1/, ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോഡുള്ളതുകൊണ്ട് നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ആണെന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി മോഡ് ഉണ്ട്. പക്ഷേ 1/0 അത് ഇൻഫിനിറ്റ്, അത് പാടില്ല. അപ്പോൾ ഇവിടെ 1/0 വരുന്നുണ്ട് മേ ബി ln ഫ്രാക്ഷണൽ പാർട്ട് എക്സ് അതിൻ്റെ മോഡ് അത് 0 ആവാൻ പാടില്ല ഒബ്വിയസ്ലി. സോ ദാറ്റ് ഈസ് ln ഫ്രാക്ഷൻ എക്സ് അത് 0 ആവാൻ പാടില്ല. സോ ഇത് ഇ ആണ് ഉണ്ടാവുക അല്ലേ. ഇനി ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ എക്സ് അതൊരിക്കലും 1 ആവാൻ പാടില്ല, ഒരിക്കലും 1 ആവാൻ പാടില്ല. ഓക്കെ, അത് ഓൾറെഡി ട്രൂ ആണ്. പിന്നെയുള്ള വെച്ചാൽ ലോഗിൻ്റെ ഉള്ളിൽ ആൾ അത് ഡിഫൈൻഡ് ആയിരിക്കണം അല്ലേ, ലോഗിൻ്റെ ഉള്ളിൽ ഡിഫൈൻഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഫ്രാക്ഷണൽ പാർട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അതെപ്പോഴും എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ വാല്യൂ എപ്പോഴും 1, 0 മുതൽ 0 ഇൻക്ലൂഡഡ് മുതൽ 1 വരെയാണ്. ഓക്കെ, അപ്പോൾ ഇത് 0-നേക്കാളും വലുതായിരിക്കണം എന്ന് പറയുന്നത്. 0-നേക്കാളും വലുതാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0-നേക്കാളും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ എക്സ് എപ്പോഴാണ് 0 ആവുന്നത് അത് മാത്രം ചിന്തിച്ചാൽ മതി. കാരണം ഇത് 0 മുതൽ 1 വരെ എന്ന കാര്യം സംശയമില്ല. അപ്പോൾ എക്സ് ഒരിക്കലും ഒരു ഇൻറ്റീജർ ആവാൻ പാടില്ല എന്നേ പറഞ്ഞാൽ മതി അല്ലേ, ഒരു ഇൻറ്റീജർ ആവാൻ പാടില്ല എന്നേ ഉള്ളൂ. ഇൻറ്റീജർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് 0 ആവും, പക്ഷേ 0 ആവാൻ പാടില്ല അക്കോർഡിംഗ് ടു ലോഗിൻ്റെ ഡൊമൈൻ, കാരണം ലോഗിൻ്റെ ഉള്ളിൽ 0 വരാൻ പാടില്ല. ഓക്കെ, സോ ഡെഫിനറ്റ്ലി എക്സ് ഇൻറ്റീജർ ആവാൻ പാടില്ല. ഇവിടെ എന്ത് എക്സ് ആയാലും കുഴപ്പമില്ല, എക്സ് ബിലോങ്സ് ടു ആർ, കാരണം എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതൊരിക്കലും എന്താ ഫ്രാക്ഷണൽ പാർട്ട് വാല്യൂ ഒരിക്കലും 1 ആവില്ല, കാരണം അത് 0 മുതൽ 1 വരെ വരുന്നുള്ളൂ, 1 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ എല്ലാം കൂടി എക്സ് ഇൻറ്റീജർ ആവാൻ പാടില്ല, ഇത് രണ്ടും ഇൻ്റർസെക്ട് ചെയ്തതിന് എക്സ് ഇൻറ്റീജർ ആവാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ മാത്രമേ ഈ പറഞ്ഞ കംപ്ലീറ്റ് ഫംഗ്ഷൻ വർക്ക് ആവാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ വർക്ക് ആവാൻ എടുക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റീജർ ആവുന്ന സമയത്ത്. അപ്പോൾ എക്സ് ഇൻറ്റീജർ ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ എക്സിൻ്റെ വാല്യൂ അത് 0 ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി 0 ആവുന്നുണ്ട്, കാരണം ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എൻ ഇൻറ്റീജർ ഈസ് 0. റൈറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഡിഫൈൻഡ് ആവുന്ന സമയത്ത് ഇയാളുടെ വാല്യൂ അത് 0 അങ്ങാറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ സാധനം ട്രൂ ആവും, കാരണം 0 ഫംഗ്ഷൻ മാത്രമേ എപ്പോഴും ഓടും ഈവൻ ഫംഗ്ഷനായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ശരിയാണ്. സോ ഇവിടെ ഞാൻ ആ ഒരു ഫംഗ്ഷനിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സാധനത്തിന് ഞാൻ ടി എന്ന് വിളിക്കാം. അപ്പോൾ ln ഫ്രാക്ഷണൽ പാർട്ട് എക്സ് മോഡ് അതിനെ ഞാൻ ടി എന്ന് വിളിക്കാം. ഓക്കെ, പിന്നെ ഇത് ഒബ്വിയസ് ആയിട്ട് കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ എപ്പോഴും എന്താണ് നെഗറ്റീവ് എന്നുള്ള കാര്യം. എന്തുകൊണ്ട് ഇത് നെഗറ്റീവ് ഞാൻ പറയാൻ കാരണം ഡെഫിനറ്റ്ലി ഇത് ഇ ആണല്ലോ, ഇത് ഇയും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ 0 1 മുതലാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 1-നേക്കാളും വലിയൊരു ബേസും അതേപോലെ ഉള്ളിലുള്ള വാല്യൂ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ്. അങ്ങനെ ആകുന്ന സമയത്ത് രണ്ടും ഡിഫറെൻറ്റ് ഏരിയസിലാകുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് അത് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം, ഇതിൻ്റെ ആൾ നെഗറ്റീവ് ആണ്. സോ അങ്ങനെ നെഗറ്റീവ് ആണെങ്കിൽ ഒരു മോഡിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഒരു എക്സ്ട്രാ നെഗറ്റീവോടെ പുറത്തോട്ടേക്ക് വരാം, ദാറ്റ് ഇസ് ഇക്വൽ ടു ടി എന്ന് വരാൻ പറ്റും. ഓക്കെ, എന്നിട്ടോ ഈ നെഗറ്റീവ് ഞാൻ ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ മുകളിൽ കൊടുത്തു നോക്കാം. ഓക്കെ, ആൻഡ് ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ (1) ഇസ് ഈക്വൽ ടു e⁻t എന്ന് കിട്ടും. അങ്ങനെ ആകുമ്പോൾ ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് e⁻t എന്ന് കിട്ടും. അതവിടെ വെക്കട്ടെ, ജസ്റ്റ് ഒന്ന് അതൊരു ഇൻഫോർമേഷൻ വേണ്ടിയിട്ട് നോക്കിക്കോട്ടെ, അതവിടെ വെക്കട്ടെ. ഇനി അടുത്തത്, ഇനി ശരിക്കും ഞാൻ ഫംഗ്ഷൻ ഒന്ന് എഴുതാൻ പോകണം. ഇതാണ് e⁻⁻റൂട്ട്, ഞാൻ ഈ പറഞ്ഞ സാധനത്തിൽ ടി എന്നല്ല വിളിച്ചത്, ടി പ്ലസ് ആണ്, സോറി മൈനസ് ആണ്, മൈനസ് എന്തായിരുന്നു അടുത്തത് ഫ്രാക്ഷണൽ പാർട്ട് ഞാൻ എന്തിനു വിളിച്ചത് e⁻t എന്നാണ് വിളിച്ചത്, ഹോൾ റേസ് ടു റൂട്ട് ഓഫ് 1/t, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1/t എന്ന്. അത് ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി നോക്കാം. ഇത് റൂട്ട് ടി മൈനസ് e⁻, ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് e⁻√t എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇത് രണ്ട് സെയിം സാധനം കട്ടായി പോയി 0. ഓക്കെ, ദാറ്റ് മീൻസ് വെൻ എവർ ദിസ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് അപ്പോഴൊക്കെ ഇതിൻ്റെ വാല്യൂ 0 ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ഇത് ഡിഫൈൻഡ് ആവുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ആവുന്ന സമയത്തായിരിക്കും എക്സ് ഇൻറ്റീജർ ആവുന്ന സമയത്ത് ഇതായിരിക്കും വാല്യൂ, ഇതിൻ്റെ വാല്യൂ 0 തന്നെ. അപ്പോൾ രണ്ട് സമയത്തും എപ്പോഴും എല്ലാ കേസസിലും ഇതിൻ്റെ ഈ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. സോ ദാറ്റ് മീൻസ് ദിസ് ഫംഗ്ഷൻ ഈസ് ആൻ ഓഡ് ആൻഡ് ഓൾസോ ആൻ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നാലാമത്തെ നോക്കാം, സൈൻ ഇൻവേഴ്സ് tan 2 എന്നെല്ലാം പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ എന്ത് ചെയ്യാം,
ഇങ്ങനെ ഉള്ളിലുള്ള സാധനം ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന സാധനം എന്താ? ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത് ഒരു ആംഗിൾ ആയിരിക്കും ഡെഫിനറ്റ്ലി. സോ അതിനെ ഞാൻ തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ, ദാറ്റ് മീൻസ് 2 = ടാൻ തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ, പിന്നെ ടാൻ തീറ്റ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ക്വാഡ്രൻ്റ് ആയിരിക്കും? അത് ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ എന്താണ്, ഈ തീറ്റ എന്ന് പറഞ്ഞാൽ അത് -π/2 മുതൽ π/2 വരെ ആയിരിക്കും ഡെഫിനറ്റ്ലി, അല്ലേ? ഒബിയസ്ലി. സോ -π/2 മുതൽ π/2 എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റും ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ് മിക്സ്ഡ് ആണ്, റൈറ്റ്? ഓഫ് കോഴ്സ്. സോ ഫസ്റ്റ് ഫോർത്ത് ക്വാഡ്രൻറ്റിലും ടാൻ്റെ വാല്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി തീറ്റ എവിടെ നിന്ന് ഇടമ്പരായിരിക്കും? ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും തീറ്റ 0 മുതൽ π/2 വരെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അഥവാ ടാൻ തീറ്റയ്ക്ക് പോസിറ്റീവ് ആണ് മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രൻ്റ്. പക്ഷേ തേർഡ് ക്വാഡ്രൻ്റ് ഒരിക്കലും വരുന്നില്ല തീറ്റ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ്, ടാൻ തീറ്റ എന്തായാലും ഈ പറഞ്ഞ തീറ്റ എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന കാര്യം മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സിമ്പിളായിട്ട് ട്രയാങ്കിൾ വെച്ചിട്ട് കോസ് തീറ്റ നടത്താൻ പറ്റും. കോസ് തീറ്റ നടത്തി ഇവിടെയുള്ള സൈൻ തീറ്റ നടത്താൻ പറ്റും വളരെ സിമ്പിളായിട്ട്. കാരണം ട്രയാങ്കിൾ മെത്തേഡ് വെച്ചിട്ട് അതെല്ലാം പോസിറ്റീവ് ആയിരിക്കും, കാരണം ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഏത് ക്വാഡ്രൻ്റ് ചിന്തിക്കണം എന്നതിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാവാം. അടുത്ത ക്വസ്റ്റൻ, റേഞ്ച് ഓഫ് f(x) കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് ഈ സാധനത്തിൻ്റെ റേഞ്ച് നടത്താൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ മൈൻഡിലെന്ന് വെച്ചാൽ ഫ്രാക്ഷൻ പാർട്ട് എക്സിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എക്സ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ പാർട്ട് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എക്സ് ആണ് എന്തിൻ്റെ വാല്യൂ? എക്സിൻ്റെ വാല്യൂ. സോ ഇവിടെ ഞാൻ എക്സിൻ്റെ പകരം ഞാൻ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സിൻ്റെ പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പറയുമ്പോൾ എന്താണ്, എന്തുകൊണ്ടാണ് നോക്കിക്കോ. കാരണം ഫ്രാക്ഷൻ പാർട്ട് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എക്സ്. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് കോസ് ഇൻവേഴ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു കാര്യം അറിയാം. എന്താ വെച്ചാൽ ഇത് ഇൻറ്റീജർ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0. അപ്പോൾ വെൻ എക്സ് ഈസ് ഇൻറ്റീജർ, വെൻ എക്സ് ഇൻറ്റീജർ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 ആണ്. എക്സ് ഗ്രേറ്റർ ഇൻറ്റീജർ എക്സ് പ്ലസ് ഗ്രേറ്റർ ഇൻറ്റീജർ ഓഫ് -x ഈസ് 0. സോ ഇൻറ്റീജർ ആകുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും കോസ് ഇൻവേഴ്സ് ഫ്രാക്ഷണൽ പാർട്ട് എക്സ് ആയിരിക്കും അതിൻ്റെ സംഭവം. ഇനി ഇൻറ്റീജർ അല്ലാത്ത സമയത്താണെങ്കിലും -1 ഉണ്ടാവും. ഓക്കെ, ഇൻറ്റീജർ അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് സാധനത്തിൻ്റെ അഡീഷൻ എന്ന് പറഞ്ഞാൽ -1 ആണ്. ദാറ്റ് മീൻസ് ഫ്രാക്ഷണൽ പാർട്ട് എക്സ് -1 എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ ആദ്യം ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ വാല്യൂ നമുക്ക് ഇയാളുടെ ഈ ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് എടുത്താൽ ഈ ഫംഗ്ഷൻ റേഞ്ച് എടുത്താൽ യൂണിയൻ ചെയ്താണ്. ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 0 മുതൽ 1 വരെ. 0 ഇൻക്ലൂഡഡ് 1, ഇങ്ങനെയല്ല, 0 ഇൻക്ലൂഡഡ് 1. ഓക്കെ, അതിനെ കോസ് ഇൻവേഴ്സ് ചെയ്യാം. ഓക്കെ, കറക്റ്റ്. അതിനെ കോസ് ഇൻവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 0 എത്രയാണ്? കോസ് എന്നാൽ ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ എന്താ, ഇനിക്വാളിറ്റി ചേഞ്ച് ആവും. സോ കോസ് 1 എന്ന് പറഞ്ഞാൽ കോസ് 0 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? π/2. സോ π/2 ഇവിടെ വരും. പിന്നെ കോസ് ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0, ഇങ്ങനെ വരും, ഈ രീതിയിൽ വരും. 0 മുതൽ π/2 ഒന്നാമത്തെ നമ്മുടെ റേഞ്ച്. സോ 0 മുതൽ π/2 ആണ് നമ്മുടെ ഒന്നാമത്തെ റേഞ്ച്. പിന്നെ രണ്ടാമത്തെ ഒരു എക്സ്ട്രാ ഫ്രാക്ഷണൽ പാർട്ട് -1 കൂടി വന്നിട്ടുണ്ട്, x -1 കൂടി വന്നിട്ടുണ്ട്. സോ ഫ്രാക്ഷണൽ പാർട്ട് എവിടെ നിന്ന് ഇടുമ്പോഴായിരുന്നു? 0 മുതൽ 1 വരെയായിരുന്നു. എല്ലാവർക്കും അറിയാം. ഒരു -1 ചെയ്യുക. -1 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, 0 മുതൽ -1 വരെ, സോറി -1 മുതൽ 0 വരെ. എന്നിട്ട് അതിനെ കോസ് ഇൻവേഴ്സ് ചെയ്യാം. ഐ മീൻസ് കോസ് 0 വാല്യൂ ദാറ്റ് ഈസ് π/2 മുതൽ കോസ് -π ദാറ്റ് ഈസ് π. ഓക്കെ, ഇതാണ് രണ്ട് റേഞ്ചസ്. ഇത് രണ്ട് റേഞ്ച്, ഒന്ന് 0 മുതൽ π/2 വരെ, അടുത്തത് π/2 മുതൽ π വരെ. π വരെ ഇൻക്ലൂഡഡ്. അപ്പോൾ ഇത് മാത്രമേ രണ്ട് യൂണിയൻ ചെയ്യാൻ പറ്റും. രണ്ട് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ π/2 അതിൽ കൂട്ടാൻ പറ്റും. സോ 0 മുതൽ π വരെയാണ് ആൻസർ. ഫൈനൽ ആൻസർ 0 മുതൽ π വരെ. ഇവിടെ നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റീജർ അല്ലാത്ത സമയത്ത് ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ വാല്യൂ എവിടെ നിന്ന് ഇടം വരെ ആയിരിക്കും? 0 നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല, 0 ഒരിക്കലും വരില്ല. കാരണം ഇൻറ്റീജർ ആണെങ്കിൽ മാത്രമേ ഫ്രാക്ഷൻ പാർട്ട് 0 ആവുള്ളൂ. അപ്പോൾ 0 മുതൽ 1 വരെ ഇങ്ങനെ ഉണ്ടാവും, ക്ലോസ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാവാൻ. സോ 0 മുതൽ 1 വരെ. എന്നിട്ട് അതിനെ മൈനസ് ചെയ്തിട്ട് പിന്നെ അതിനെ കോസ് ഇൻവേഴ്സ് ചെയ്യുക, അങ്ങനെ കിട്ടും. പിന്നെ ഫ്രാക്ഷൻ പാർട്ട് ആവുന്ന എക്സ് 0 ആവുന്ന സമയത്ത്, ഐ മീൻ എക്സ് ഇൻറ്റീജർ ആവുന്ന സമയത്ത് ഫ്രാക്ഷൻ പാർട്ടിൻ്റെ വാല്യൂ 0, ഇയാളുടെ വാല്യൂ 0. അപ്പോൾ π/2 എന്നുള്ളൊരു റേഞ്ചാണ് വരാൻ എക്സ്ട്രാ ആയിട്ട്. സോ π/2 കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ വരുന്നു. അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നമുക്കൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ a മുതൽ b വരെ ഉണ്ട്, മറ്റൊരു ഫംഗ്ഷൻ g എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതെന്താ b മുതൽ c വരെ ഉണ്ട്. മനസ്സിലാക്കേണ്ടത് വെച്ചാൽ
ജി എന്ന് പറഞ്ഞാൽ എഫിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ പറയും ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് ഇടമ്പരായിരിക്കും? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും എ മുതൽ എ വരെ ആയിരിക്കും അല്ലേ? സ്വാഭാവികമായിട്ടും എ മുതൽ എ വരെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇൻവേഴ്സ് ഓഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് എക്സ് തന്നെയായിരിക്കും അല്ലെ? ആ ഒരു ഐഡൻറ്റി ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് നമ്മൾ പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കഥയാണ്. സൈൻ എക്സ് ഓഫ് ഇതെങ്ങനെ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ആണ് എപ്പോഴൊക്കെ? വെൻ എക്സ് ബിലോങ്സ് ടു മൈനസ് π/2 മുതൽ π/2 വരെ. കാരണം എന്തുകൊണ്ട് -π/2? കാരണം ഇയാളിൽ നിന്ന് ഡിഫൈൻഡ് ആയിക്കണം, അത്രേ ഉള്ളൂ. അല്ല ബാക്കിയെല്ലാം ഡിഫൈൻ ആവുന്ന ബാക്കി എല്ലാ കേസിലും ഡിഫൈൻ ആവാത്ത എല്ലാ ബാക്കി കേസുകളിലും എക്സ് തന്നെ വരാൻ. പക്ഷേ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എക്സ് ആണെന്നില്ല, പക്ഷേ -π/2 മുതൽ π/2 വരെ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതിങ്ങനെ നോക്കിക്കോ. ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇപ്പോൾ ഇതേപോലെ തന്നെ എഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫംഗ്ഷൻ, സൈൻ ഫംഗ്ഷനാണ്. അത് -π/2 മുതൽ -1 വരെ നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്ക് വേണ്ടി നമ്മൾ റെസ്ട്രെയിൻ ചെയ്ത ഡൊമൈൻസ് ആണ്. എന്നിട്ട് സൈൻ ഇൻവേഴ്സിന് -1 മുതൽ 1 വരെ. എന്നിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന രീതിയിൽ വരുന്ന സമയത്ത് നോക്കി നോക്ക്, എ മുതൽ എ വരെ ദാറ്റ് ഈസ് -π/2 മുതൽ π/2 വരെ, -π/2 മുതൽ π/2 വരെ, ആ രീതിയിൽ വരും. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് മനസ്സിലാക്കാൻ വെച്ച് കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്ന സാധനം അത് എക്സ് ആവുന്നത് എവിടെ നിന്ന് ഇടുമ്പോഴായിരിക്കും? -π/2 മുതൽ π/2 വരെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? സൈൻ ഇൻവേഴ്സ് മുതൽ സൈൻ എക്സ് ഡൊമൈൻ. ഈ ഉള്ളിലുള്ള ആൾക്കാർ എന്താ? -1 മുതൽ 1 വരെ ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പം ഈ ഉള്ളിലുള്ള ആൾ -1 മുതൽ 1 വരെ. ഓക്കെ, അങ്ങനെ മാത്രമല്ല പിന്നെ സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് -1 മുതൽ 1 വരെ തന്നെയാണ് ഡെഫിനറ്റ്ലി. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഡൊമൈൻ നമ്മൾ എക്സിന് എന്ത് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കറക്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ എപ്പോഴൊക്കെയാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എക്സ് ആയിട്ട് അല്ലെങ്കിൽ ഐഡൻറ്റി ഫംഗ്ഷനിൽ വർക്ക് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ച് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡൊമൈൻ്റെ ആ ഏരിയയിലാണ്. ദാറ്റ് ഈസ് -π/2 മുതൽ π/2. അതേപോലെ തന്നെയാണ് കോസ് ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എപ്പോഴൊക്കെയാണ് എക്സ് ആയിട്ട് വർക്ക് ആവാൻ? അത് 0 മുതൽ π വരെ ആയിരിക്കും. 0 ഇൻക്ലൂഡഡ് π ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എപ്പോഴൊക്കെയാണ് എക്സ് ആയിട്ട് വർക്ക് ആവാൻ? അത് -π/2 നോട്ട് ഇൻക്ലൂഡഡ് മുതൽ π/2 വരെയാണ്. അതേപോലെ തന്നെ നമ്മൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് എക്സ് എപ്പോഴൊക്കെയാണ് എക്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ? 0 മുതൽ π വരെ. സെക്ക് ഇൻവേഴ്സ് ഓഫ് സെക്ക് എപ്പോഴൊക്കെയാണ് എക്സ് ആയിട്ട് വർക്ക് ആവുക? എക്സ് 0 മുതൽ π വരെ, പക്ഷേ അവിടെ π/2 നോട്ട് ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എപ്പോഴൊക്കെയാണ് എക്സ് ആയിട്ട് വർക്ക് ആവാൻ? -π/2 π/2 വരെ, 0 നോട്ട് ഇൻക്ലൂഡഡ്. പക്ഷേ അതിന് മറിച്ച് നമ്മൾ ഫോർ എക്സാമ്പിൾ സൈൻ ഇൻവേഴ്സ് എക്സ് എപ്പോഴൊക്കെയാണ് എക്സ് ആയിട്ട് വർക്ക് ആവാൻ? എല്ലാ സമയത്തും എക്സ് ആയിട്ട് വർക്ക് ആവും, എക്സെപ്റ്റ് അതിൻ്റെ ഡൊമൈനിൽ അതിൻ്റെ ഡൊമൈൻ ബ്രേക്ക് ആവുന്ന സമയത്ത്. ദാറ്റ് മീൻസ് എക്സ് -π/2 മുതൽ π/2 വരെ അതിൻ്റെ ഡൊമൈൻ വരുന്നുള്ളൂ. ആ ഡൊമൈനിലുള്ള എല്ലാ സമയത്തും വർക്ക് ആവും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈനുള്ള എല്ലാ സമയത്തും എക്സ് ആയിട്ട് വർക്ക് ആവണം എന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ദാറ്റ്സ് എ ഡിഫറൻസ്. നമുക്ക് അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊന്നും വരക്കേണ്ട കാര്യം നോക്കി നോക്കാം. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ആണ്. അതാണ് നമ്മുടെ ഇത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ്. അപ്പോൾ അത് എക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എപ്പോഴൊക്കെയാണ്? -π/2 മുതൽ π/2 വരെ എക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് മനസ്സിലൊക്കെ എൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 6 നമ്പേഴ്സ് എനിക്ക് എന്തുവാണ് കൊടുക്കുക? കറക്റ്റാണ്, എന്തുവാണ് കൊടുക്കുക എക്സിന്, കാരണം ഒരു കുഴപ്പമില്ല, എപ്പോഴും ഡിഫൈൻഡ് ആണ്. ശരി, അപ്പോൾ ഞാൻ തൽക്കാലം എക്സ് ഞാൻ π/2 മുതൽ π/2 നോട്ട് ഇൻക്ലൂഡ് 3π/2 വരെ നോക്കി, വെറുതെ നോക്കിയത് കേട്ടോ. അപ്പോൾ π/2 മുതൽ 3π/2 വരെ എന്താണ് നോക്കാൻ കാരണം നമുക്ക് ഇവിടുന്ന് ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സിൻ്റെ പകരം എക്സ് പ്ലസ് 2π കൊടുത്തു കഴിഞ്ഞാലും സൈൻ എക്സ് പ്ലസ് 2π എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് തന്നെയാണ് അക്കോർഡിംഗ് ടു റിഡക്ഷൻ ഫോർമുല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് 2π എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ടൈം പീരീഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ടൈം പീരീഡ് അല്ല പീരീഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 2π ആണ്. ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സിൻ്റെ ഫംഗ്ഷൻ്റെ പീരീഡ് 2π ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്തോ ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫ് ഞാൻ 2π വരെയുള്ള ഒരു 2π ഏരിയയിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു 2π ഡിഫറൻസിൽ തമ്മിലുള്ള ആ ഗ്രാഫ് ഞാൻ വരച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് 2π ഏരിയയിലെല്ലാം സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ തൽക്കാലം -π/2 π/2 ഗ്രാഫ് ഓൾറെഡി അറിയാം. ഇനി -π/2 എത്ര പോകണം? ഒരു 3π/2 വരെ പോയി കഴിഞ്ഞാൽ 3π/2 -π/2 പ്ലസ് -π/2 ദാറ്റ് ഇസ് +π/2 ദാറ്റ് ഇസ് 2π വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3π/2 വരെ ഒന്ന് പോയി നോക്കിയത്. അപ്പം π/2 മുതൽ 3π/2 വരെ ഗ്രാഫിൻ്റെ വർത്താനം എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 2-3 എക്സാമ്പിൾസ് സാർ ഇങ്ങനെ ഇട്ട് കൊടുത്ത് 2-3 എക്സാമ്പിൾസ് എന്തൊക്കെയാണ് 4π/3 2π/3. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 2π/3 എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 2π/3 എന്ന് ഞാൻ 3π മൈനസ് π/3 എന്ന രീതിയിൽ എഴുതും. അപ്പം π -π/3 എന്ന് വരും, π -π/3. അപ്പോൾ ഉള്ളിൽ സൈൻ π/3 എന്ന രീതിയിൽ വരും.
ഓക്കെ. അപ്പോൾ സൈൻ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് √3/2. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് √3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എപ്പോഴാണ് സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ √3/2 ആകുന്നത്? വാല്യൂ 60 കൊടുക്കും. സോ π/3 എന്ന രീതിയിൽ വന്നിട്ട് സോ π/3 ആൻഡ് π/3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ π/3 എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാൻ പൈ മൈനസ് നമ്മൾ എന്താണ് കൊടുത്ത എക്സ്. സോ നമുക്ക് ഇവിടെ ഒരു ഒബ്സർവേഷൻ ആണ്, പ്യൂർ ഒബ്സർവേഷൻ ആണ്. 2 എക്സാമ്പിൾസ് കൊടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത് എന്താണ് 3π/2 മുതൽ 3π/2 വരെയുള്ള വാല്യൂസ് എങ്ങനെയാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്നുള്ള ഗ്രാഫ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്. എല്ലാം പൈ മൈനസ് എക്സ്, നമ്മൾ എന്താണ് എക്സ് കൊടുക്കുന്നത് അതിൻ്റെ പൈ മൈനസ് എന്ന രീതിയിലാണ് വരുന്നത് കാര്യം മനസ്സിലായി. അതൊരു സോ ആ ഒബ്സർവേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒബ്സർവേഷൻ വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് -π/2 മുതൽ π വരെ എക്സ് എന്ന് പറയുന്ന ഗ്രാഫാണ്. സോ ഇത് ഡയറക്റ്റ് നമ്മൾ എക്സ് എന്ന് പറയുക y എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് അങ്ങനെ വരച്ചു. ഇനി π/2 മുതൽ 3π/2 വരെ മുതൽ 3π/2 വരെ പൈ മൈനസ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫാണ്. അപ്പോൾ ഇത് എന്തായാലും സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫാണ്, സംശയമില്ല. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള സ്ലോപ്പാണെന്നുള്ള കാര്യം സംശയമില്ല. സോ നെഗറ്റീവ് സ്ലോപ്പാണ്. ഓക്കെ, അപ്പോൾ വരച്ചു. എക്സിൻ്റെ വാല്യൂ പൈ ആവുന്ന സമയത്ത് 0, കാരണം പൈ മൈനസ് എക്സ് ആണല്ലോ, അപ്പോൾ പൈ അങ്ങോട്ട് 0. പിന്നെ എന്താണ് എക്സിൻ്റെ വാല്യൂ 3π/2 വന്ന സമയത്ത് താഴോട്ടേക്ക് -π/2 പോകും. എന്തുകൊണ്ട് ഈ ഒരു റേഞ്ച് -π/2 π/2 വരെ വന്നത്? അത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താണ് ബ്രോ, നമ്മൾ നോക്കിയതല്ല സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -π/2 മുതൽ π/2 വരെ a to a എന്ന രീതിയിൽ പറയുന്ന പോലെ എന്ന രീതിയിൽ പറയുന്നവരെ അല്ലേ, അതന്നെ ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 2π ഏരിയ ആണ്. ഇത് തന്നെ ഇനി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് മതി, കാരണം 2π ആണ് ഈ പറഞ്ഞ ഫംഗ്ഷൻ്റെ പീരീഡ്. ഓക്കെ, ഓരോ ഗ്രാഫിൻ്റെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രാഫ് അടുത്ത് വരക്കും. ഇനി 3π/2 മുതൽ എന്താണ് 5π/2 വരെ അതിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ ആ ഗ്രാഫിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ y = π - x എന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ y - 0 അല്ലെ y - x y - y1 = m സ്ലോപ്പ് ഇൻറ്റു x - x1 എന്ന് പറഞ്ഞ ഇക്വേഷൻ. സ്ലോപ്പ് ഓഫ് ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷനാണ്. അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് തൽക്കാലം എക്സ് വൈൻ്റെ ടേംസിലാണ് ഒരു 0 ഉണ്ട്. സോ y - 0 m സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ഒബ്വിയസ് ആണ്. എക്സ് മൈനസ് എക്സിൻ്റെ ഏതെങ്കിലും പോയിന്റ് തൽക്കാലം 2π എടുക്കാം. സോ 2π എടുക്കാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും x = x - 2π എന്ന് പറയുന്ന ഗ്രാഫാണ്. സോ x - 2π എന്ന് പറയുന്ന ഗ്രാഫ് ആ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇനി കോസ് ഇൻവേഴ്സ് കോസ് എക്സിൻ്റെയും കഥ തന്നെ. കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് 0 മുതൽ π വരെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് തന്നെയാണ്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഇതൊരു ഓഡ് ഫംഗ്ഷൻ, എന്ത് ഉദ്ദേശിച്ചത് ഞാൻ ഈവൻ ഫംഗ്ഷൻ, കാരണം കോസിന് നെഗറ്റീവ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല. സോ ദാറ്റ് മീൻസ് എന്താ പറയുക 0 മുതൽ π വരെ ഉള്ള പോലത്തെ. ഫോർ എക്സാമ്പിൾ ഞാനിത് ഗ്രാഫിനെ വരച്ച് 0 മുതൽ π വരെ ഈ രീതിയിലാണ് വിചാരിച്ചോ, അത് തന്നെ ആയിരിക്കും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. കാരണം ഈവൻ ഫംഗ്ഷൻ പ്രത്യേകിച്ച് y ആക്സിന് ഇമേജ് ആയിട്ട് y ആക്സിൻ്റെ ഇമേജ് തന്നെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഈ രീതിയിൽ തന്നെ ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്ന കാര്യം മനസ്സിലാക്കുക -π വരെ. സോ എന്താണ് ഇത് x എന്ന് പറയുന്ന ഗ്രാഫാണ്, ഇവിടെ -x എന്ന് പറയുന്ന ഗ്രാഫ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2π ആണ്. ആൻഡ് വി നോ ദാറ്റ് 2π ഈസ് ദി ടൈം പീരീഡ് ഓഫ് ദിസ് ഗ്രാഫ്. സോ 2π എന്ന് പറഞ്ഞ ടൈം പീരീഡിലുള്ള ഗ്രാഫാണ്. ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. സോ അത് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്നുള്ള ആ സംഭവം തന്നെ വീണ്ടും റിപ്പീറ്റ് ആണ് ചെയ്തത്. ഓക്കെ, tan ഇൻവേഴ്സ് ടാൻ്റെ ഗ്രാഫ് tan ഇൻവേഴ്സ് tan എക്സിൻ്റെ ഗ്രാഫ് എപ്പോഴൊക്കെയാണ് ഡിഫൈൻഡ് ആവുന്ന ആ സമയത്തുള്ള ഗ്രാഫ് കേട്ടോ. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ tan ഇൻവേഴ്സ് tan എന്തായാലും -π/2 മുതൽ π/2 വരെയാണ് ഡിഫൈൻ ആവാൻ. ഓക്കെ, അപ്പോൾ അതിന് മാത്രം ഇതിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി π ആണ്. ഓക്കെ, അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം -π/2 മുതൽ π/2 വരെ എക്സ് എന്നുള്ള ഗ്രാഫാണ്. സോ -π/2 മുതൽ π/2 വരെ എക്സ് എന്നുള്ള ഗ്രാഫ്. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ആക്കിയത്? കാരണം ഇവിടെ ഡിഫൈൻഡ് അല്ല, π/2 ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട്, ഇവിടെയും -π/2 ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതെല്ലാം നോക്കി ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് π ആണ്. ഓക്കെ, π ആണ് ടൈം പീരീഡ്. ദാറ്റ് മീൻസ് ഇത്രയും ഗ്രാഫ് കിട്ടിയിട്ട് ബാക്കിയെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഓരോ ലൈനിൻ്റെയും ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതുപോലത്തെ എന്താണ് ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഡയറക്റ്റ് ഏതെങ്കിലും ഒരു പോയിന്റും y ആക്സിൽ ഏതെങ്കിലും ഈ പറഞ്ഞ ലൈൻ്റെ മുകളിൽ ഒരു എക്സ് കോർഡിനേറ്റും ഒരു y കോർഡിനേറ്റും വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 3 പോയിന്റ് അങ്ങോട്ട് ഓർമ്മിച്ച് വെച്ചാൽ മതി. നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സിൻ്റെത് ഒന്ന് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എക്സ് ആണ് എപ്പോഴൊക്കെ -π/2 π/2 വരെ. പിന്നെ എന്താണ് π - x ആണ് എപ്പോഴൊക്കെ π/2 നോട്ട് ഇൻക്ലൂഡ് മുതൽ 3π/2 ഇൻക്ലൂഡഡ് വരെ. ഓക്കെ, അടുത്തത് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സിൻ്റെ കാര്യമാണെങ്കിൽ x ആണ് 0 മുതൽ π വരെ. പിന്നെ എന്താണ് പിന്നെ -x ആണ് 0 മുതൽ -π വരെ. ഓക്കെ, tan ഇൻവേഴ്സ് ഓഫ് tan x x ആണ് എപ്പോഴൊക്കെ -π/2 മുതൽ π/2 വരെ എന്നുള്ള ഇൻഫോർമേഷൻ അറിഞ്ഞിരുന്നാൽ മതി. കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് x ആണെങ്കിലും
ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ y ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ നേരെ സൈൻ്റെ അത് തന്നെ ഗ്രാഫാണ്. സെയിം കഥ തന്നെയാണ്, സൈൻ്റെ പോലെ തന്നെയാണ് നടക്കുന്നത്. കാരണം അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ്റെ പോലെ തന്നെ ഒരു ഡൊമൈൻ ആയിരുന്നു. എങ്ങനെയായിരുന്നു? -π/2 മുതൽ π/2 വരെ. പക്ഷേ എന്തില്ല, 0 ഇല്ല എന്നുള്ളൂ. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ 0 കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇതെന്ന് പറഞ്ഞാൽ y ആണല്ലേ, y ആക്സസും എക്സ് ആക്സസിലും സെയിം പ്ലോട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, എവിടെയൊക്കെ 0 വരുന്നുണ്ടോ അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. കാരണം 0യിൽ വാല്യൂ ഇല്ല. ഓക്കെ, അതേ ഉള്ളൂ. വേറെ ബാക്കിയെല്ലാം കറക്റ്റാണ്. ബാക്കിയെല്ലാം സെയിം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സിൻ്റെ അതേ ഗ്രാഫ് തന്നെയാണ് കാര്യം ഒന്ന് മനസ്സിലാക്കാം. അതേപോലെ സീക്ക് ഇൻവേഴ്സ് സീക്ക് എക്സിൻ്റെ ഗ്രാഫ് ആണെങ്കിൽ ഡയറക്റ്റ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സിൻ്റെ ഗ്രാഫ് പോലെ തന്നെ. പക്ഷേ എവിടെയൊക്കെ ഇത് ഡിഫൈൻഡ് ആവാത്ത കേസുകൾ. അപ്പോൾ ഡിഫൈൻഡ് ആവാത്ത കേസ് എന്ന് പറഞ്ഞാൽ π/2. സോ π/2ലൊക്കെ എന്താണ് y ഈക്വൽ ടു π/2 എന്ന് പറഞ്ഞാൽ വാല്യൂ വരുന്നില്ലല്ലോ അതിൻ്റെ അകത്ത്. കാരണം 0 മുതൽ π വരെ. പക്ഷേ എക്സ്ക്ലൂഡിങ് π/2 എന്നല്ല നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പൽ റേഞ്ച് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ π/2നുള്ള സ്ഥാനങ്ങളൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി കിട്ടാം. ഇനി ക്വസ്റ്റ്യൻ സോൾവിങ് ആണ്. ഓക്കെ, സൈൻ വേഴ്സസ് സൈൻ 17 π/5 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡെഫിനറ്റ്ലി സൈൻ 17 π/5ൻ്റെ ഒന്ന് വാല്യൂസ് കണ്ടെത്താൻ തുടങ്ങാറാണ്. പക്ഷേ നമുക്ക് അറിയുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ -π/2 π/2 വരെയാണെങ്കിൽ എക്സ് ആണെന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ. അതേപോലെ എന്താണ് -π മുതൽ എന്താ പറയുക -π/2 മുതൽ 3π/2 വരെ π - x എന്നുള്ള കാര്യം അറിയാം. സോ ആ ഒരു റേഞ്ചിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ പറ്റും. ആ റേഞ്ചിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ, കാരണം നമുക്ക് റിഡക്ഷൻ ഫോർമുല ഉപയോഗിക്കാൻ പറ്റുമല്ലോ ഡെഫിനറ്റ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ. 17π ഞാൻ എങ്ങനെ എഴുതാണ്, 15π + 2π/5 എന്ന രീതിയിൽ എഴുതാം. അപ്പോൾ 15/3π + 2π/5 ആൻഡ് സൈൻ 3π + 2π/5 എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി -2π/5 ആണ്. സൈൻ -2π/5. സോ ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -2π/5 എന്ന രീതിയിൽ വരും. -sin 2π/5. അപ്പം ആ മൈനസ് ഏതാണ് പുറത്തോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ടോ ലാസ്റ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് sin 2π/5. അപ്പോൾ 2π/5ൻ്റെ വാല്യൂ ഏകദേശം ഡെഫിനറ്റ്ലി -π/2യുടെയും π/2യുടെയും ഇടയിൽ തന്നെയാണെന്ന് മനസ്സിലാക്കാം. സോ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി എന്താണ് എക്സ് എന്ന് പറഞ്ഞാൽ -π/2യുടെ π/2 ഇടയിലാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എക്സ് കൊടുക്കാം. സോ എക്സ് എന്ന് പറഞ്ഞാൽ ഈ 2π/5 തന്നെ. സോ 2π/5 നെഗറ്റീവ്, അതാണ് ആൻസർ. ഓക്കെ, അടുത്തെന്താണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 10 എന്നുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ 10 റേഡിയൻ ആയിരിക്കും ഡെഫിനറ്റ്ലി. ഇപ്പോൾ റേഡിയൻ അപ്പോൾ നമുക്കറിയുന്ന വെച്ചാൽ -π/2 മുതൽ π/2 വരെ എങ്ങനെ ഒപ്പിക്കാം, അല്ലെങ്കിൽ π/2 മുതൽ 3π/2 ഒപ്പിക്കാം. കാരണം നമുക്ക് ആ ഒരു ഏരിയയിൽ അറിയുന്ന ഫംഗ്ഷൻസ് അറിയാം, അത്രേ ഉള്ളൂ. സോ അങ്ങനെ 10 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു കാര്യം 2π എന്ന് കുറച്ച് നോക്കാം. 10 - 2π. കാരണം ഞാൻ ഇങ്ങനെ എന്താ കളിക്കാം, കാരണം നമുക്കറിയാം ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ കേസിലാണെങ്കിൽ f(x) എന്ന് പറയുമ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ f(x - t) എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് ടൈം പീരീഡ്. അപ്പോൾ f(x) അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, f(x) f(x + t) എന്ന് എഴുതി കഴിഞ്ഞാലും അതും സെയിം എന്ന കാര്യം മനസ്സിലാക്കണം. കാരണം പീരിയോഡിക് ഫംഗ്ഷൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ x + t എന്ന രീതിയിലാകുമ്പോൾ x തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് 10 - 2π. 2πയുടെ വാല്യൂ എത്ര, ഏകദേശം 3.14 ഡബിൾ ചെയ്യുക, ദാറ്റ് ഈസ് 6 പോയിന്റ് ചില്ലറ. ദാറ്റ് മീൻസ് 4 പോയിന്റ് ചില്ലറ എന്ന രീതിയിലാണ് വരിക. 3 പോയിന്റ് ചില്ലറ എന്ന് കിട്ടിയിട്ടുണ്ട്. ആ 3 പോയിന്റ് ചില്ലറ ഡെഫിനറ്റ്ലി മറ്റേ നമ്മളെ രണ്ടാമത്തെ ഏരിയ ഇല്ലേ, ദാറ്റ് ഈസ് π/2 മുതൽ 3π/2 വരെ എന്ന ഏരിയയിൽ ഉൾപ്പെടുന്നതാണ് ഡെഫിനറ്റ്ലി. സോ ആ ഏരിയയിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും π മൈനസ് ഞാൻ നേരത്തെ എടുത്ത സാധനം ദാറ്റ് ഈസ് 10 - 2π എന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ 3π - 10 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ tan ഇൻവേഴ്സ് ഓഫ് tan 15. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ -π/2 മുതൽ π/2 വരെ നമ്മളോട് സാറ് പഠിക്കാൻ പറഞ്ഞ ഈ ഏരിയ മാത്രമാണ്. അതിൻ്റെ വാല്യൂ tan ഇൻവേഴ്സ് ഓഫ് tan x എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ x എന്നുള്ള കാര്യം അറിയാം. സോ എങ്ങനെയെങ്കിലും ഇതിനെ കൊണ്ടുവരണം ആ ഒരു ഏരിയയിലേക്ക്. ടൈം പീരീഡ് π എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഞാൻ 15 മൈനസ് ഒരു 5π എന്ന് പറഞ്ഞാൽ അത്ര വേണ്ട, 5π ആക്കി നോക്കാം. 5π. അപ്പോൾ 5π എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3.14 × 5 അപ്പോൾ 20 5 6 ഓക്കെ 18. ഓ ഇത്രയൊന്നും വേണ്ട അല്ലേ, സോറി 15.60. അപ്പോൾ അത് 15.60 ഓക്കെ 0.60 ഓക്കെ -0.60 ആണ്. രണ്ട് മൈനസ് ആണ്. -0.60 -π/2 മുതൽ π/2 വരെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതാൻ പറഞ്ഞോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് tan 15 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ പീരീഡ് വെച്ച് കളിക്കരുത്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിനുള്ളിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് -0.6. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ എഴുതാൻ പറ്റും, ഡയറക്റ്റ് 15 - π എന്ന രീതിയിൽ തന്നെ എഴുതാൻ പറ്റും. ഓക്കെ,
ഇതിൽ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. 0 മുതൽ പൈ വരെ നമുക്കറിയാം കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സിൻ്റെ ഗ്രാഫ് ഇത്ര നേരം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. ഇതാണ് ഇങ്ങനെ എന്നിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 2π റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് 4π വരെ ആ ഗ്രാഫ് ഉണ്ടാവും. എന്നിട്ട് ഈ പറഞ്ഞ ഗ്രാഫും കൂടി വരക്കാം വളരെ സിമ്പിളായിട്ട്. ഈ പറഞ്ഞ ഗ്രാഫ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാൻ ജസ്റ്റ് y = 1 - x/10. അപ്പോൾ എന്താണ് എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 1. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ വൈയുടെ വാല്യൂ 0. സോ എക്സിൻ്റെ വാല്യൂ 10 ആണ്, വൈയുടെ വാല്യൂ 0. 2 പോയിന്റ്സ് കിട്ടിയാൽ മതി ഫോർ സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ നേരെ നീട്ടി വരക്കുക. അപ്പോൾ മനസ്സിലാവും 1 2 3 എന്താ ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് ഉണ്ട്. അത് തന്നെ ഉത്തരം. വളരെ സിമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് എഫ് ഓഫ് സൈൻ ഇൻവേഴ്സ് എന്താ 8. ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 8ൻ്റെ വാല്യൂ എന്താണ് എടുക്കണം. അപ്പോൾ 8 ഞാൻ എങ്ങനെയാണ് നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് കൊണ്ടുതരാണ്. -π/2 π/2 പിന്നെ π/2 3π/2 വരെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 8 - 2π നോക്കാം. 8 - 2π എന്ന് പറഞ്ഞാൽ 2π എന്ന് പറഞ്ഞാൽ 8 - 6.28 ആണ്. 8 - 6.28 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1.72 എന്ന രീതിയിലാണ് തോന്നുന്നത്. ഓക്കെ, 1.72 എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി π/2 മുതൽ എഴുതുന്നില്ല. π/2 മുതൽ 3π/2 എന്ന് പറഞ്ഞ റേഞ്ചിലാണുള്ളത്. അപ്പോൾ ആ റേഞ്ചിലാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് π - x എന്ന്. ദാറ്റ് മീൻസ് π മൈനസ് ഞാൻ നേരത്തെ എന്തെങ്കിലും എടുത്ത π മൈനസ് ഇതാണ് നമ്മുടെ x ആയിട്ടുള്ളത് അല്ലേ. സോ 8 - 2π എന്ന രീതിയിലാണ് ഉള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് 3π - 8 എന്ന രീതിയിലാണ് ഉള്ളത്. സോ നമുക്ക് കിട്ടി 3π - 8. അപ്പം എഫ് ഓഫ് 3π - 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആൽഫ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 8. ടാൻ 8 ഞാൻ എങ്ങനെയെങ്കിലും എന്താണ് നേരത്തെ ഉള്ള ആ ഒരു വാല്യൂസിലേക്ക് കൊണ്ടുതരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ -π/2 π/2 അപ്പോൾ 8 - 3π ചെയ്ത് നോക്കാം. 2π ആണെങ്കിൽ 1 ചില്ലറ π/2യുടെ റേഞ്ചിൽ വരുന്നില്ല. 1.72 π/2യുടെ റേഞ്ചിൽ വരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുക, 3π എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ 9.42 ആണ്. സോ 8 - 9.42 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് -π/2 π/2ൻ്റെ ഏരിയയിൽ വരുന്നുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഫ്രം -π/2 ആണ് എക്സ് എന്ന് തന്നെ പറയാൻ പറ്റും. സോ നമുക്ക് 8 - 3π എന്ന് പറയാൻ പറ്റും. സോ ഇതെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 8 - 3π എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാമെന്ന് വെച്ചാൽ ഇവരും നോക്കി നോക്കുക, അങ്ങോട്ടോട്ട് നെഗറ്റീവ് ആണല്ലേ, നെഗറ്റീവാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ ഇനി അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 3π - 8ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ആൽഫ. പിന്നെ ഒരു കാര്യം ചെയ്യുക, എഫ് ഓഫ് എക്സ് ഇസിക്വൽ ടു അവർ ഗിവൺ ആണ്. എന്താണ് x⁻11 പ്ലസ് x⁻9 മൈനസ് x⁻7 പ്ലസ് x⁻3 പ്ലസ് 1. അങ്ങനെ എഫ് ഓഫ് -x. കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാര്യമുണ്ട് -x-ഉം x-ഉം കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതൊന്ന് വെച്ച് നമുക്കൊന്ന് നോക്കി നോക്കാം. എന്താ എഫ് ഓഫ് -x എന്ന് പറഞ്ഞാൽ x-7 മൈനസ് x9 പ്ലസ് x⁻7 മൈനസ് x³ പ്ലസ് 1. ഇത് രണ്ടൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് -x. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ഇത് ക്യാൻസലായി, ഇത് ക്യാൻസലായി, ഇത് ക്യാൻസലായി, ഇത് ക്യാൻസലായി, 2 ആവും. ഓക്കെ, ആൻഡ് വി നോ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്. ഇയാളെ x ആയിട്ട് എടുക്കുക. ഓക്കെ, ഇയാളെ -x ആയിട്ട് എടുക്കുക. സോ വി നോ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? ആൽഫ ഗിവൺ. ഓക്കെ, ബട്ട് വി ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് -x കാരണം അതാണ് ഗിവൺ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. എഫ് ഓഫ് 8 - 3π കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അത് ഈക്വൽ ടു 2. സോ നമുക്ക് പറയാം ടു എഫ് ഓഫ് -x ദാറ്റ് ഈസ് ദി ആൻസർ, ദാറ്റ് ഈസ് 2 - ആൽഫ. ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. വളരെ സിമ്പിളാണ്. ഇതിന് ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ഫോർ എക്സാമ്പിൾ കോസ് ഇൻവേഴ്സ് ഓഫ് -x ഞാൻ ഡെറിവേഷൻ നോക്കാം. കോസ് ഇൻവേഴ്സ് ഓഫ് -x അതിങ്ങനെ π - കോസ് ഇൻവേഴ്സ് x ആവും. തൽക്കാലം ഞാൻ എന്താണ് ഇതൊരു തീറ്റ എന്ന് വിളിക്കാം, കുഴപ്പമില്ലല്ലോ, എന്തായാലും ഒരു ആംഗിൾ ആണല്ലോ. സോ -x ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് വിളിക്കാം. ഗുഡ്, x ഇസ് ഈക്വൽ ടു -കോസ് തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ, x ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ π - തീറ്റ ആയിരിക്കും അല്ലേ. ഓക്കെ, π - തീറ്റ എന്ന രീതിയിൽ എഴുതാം. ഫൈൻ. ഇനി നമുക്കൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഇനീഷ്യലി തീറ്റ എവിടെ നിന്ന് എവിടെ വരെ ആയിരിക്കും? തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സിൻ്റെ ഒരു റേഞ്ച് ആയതുകൊണ്ട് തീറ്റ 0 മുതൽ π വരെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ -തീറ്റ എവിടെ നിന്ന് വരെ ആയിരിക്കും? -തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ -π വരെ ആയിരിക്കും. ദാറ്റ് മീൻസ് -π മുതൽ 0 വരെ ആയിരിക്കും. ഓക്കെ, ഇനി പ്ലസ് എന്താണ് π - തീറ്റ അത് എവിടെ നിന്ന് എവിടെ വരെ ആയിരിക്കും? π - തീറ്റ എന്ന സാധനം എവിടെ വരെ ആയിരിക്കും? അതെന്ന് പറഞ്ഞാൽ π - ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് അല്ല, ഇനിയൊരു ആഡ് ചെയ്താൽ മതി അല്ലേ, ഒരു പൈയും കൂടി ആഡ് ചെയ്താൽ. കാരണം ഓൾറെഡി -തീറ്റ കണ്ടെത്തിയിട്ടുണ്ട്, ഇനി പൈയും കൂടി ആഡ് ചെയ്യാനുള്ളൂ. പൈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് 0 മുതൽ π വരെ ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് എല്ലാം കൂടിയിട്ട് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിലുള്ള ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 മുതൽ π വരെയാണ്. ഓക്കെ, അതെന്തുകൊണ്ട് ഞാൻ അറിയാൻ കാരണം നോക്കിക്കോ. ഞാനിവിടെ ഇനി കോസ് ഇൻവേഴ്സ് എക്സ് എടുക്കാൻ പോകണം. കോസ് ഇൻവേഴ്സ് എക്സ് കംപ്ലീറ്റ് ഇക്വേഷൻ കൊടുക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് π - തീറ്റ
ആൻഡ് വി നോ ദാറ്റ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ 0 മുതൽ പൈ വരെയാണ്. അപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ് എന്ന് തന്നെ പറയാൻ പറ്റുമല്ലോ. 0 മുതൽ പൈ വരെ എക്സ് തന്നെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈസ് എക്സ്. സോ എൻ കറക്റ്റ് മൈനസ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞിട്ടും ആൻഡ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു പൈ മൈനസ് തീറ്റ കിട്ടി. ആൻഡ് തീറ്റയുടെ വാല്യൂ ദാറ്റ് ഇസ് ഇക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയാൻ പറ്റും തീറ്റയുടെ വാല്യൂ. ആൻഡ് തീറ്റ എന്തായിരുന്നു? തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ആണ്. സോ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വാല്യൂ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നുള്ള രീതിയിൽ. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്, പിന്നെ അതിൻ്റെ ചെറിയ പ്രൂഫും അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം.